ദിസ് ഈസ് ലോട്ടസ് ടെമ്പിൾ. ഇത് വാങ്ങിച്ചിട്ട് എന്തിനാ ഇവന്മാർ ഇങ്ങനെ പറ്റിക്കണേ? ഇതില് ഇവിടുത്തെ അതേ ഡിസൈൻ തന്നെയാ അവിടെയും. ഗുഡ് മോർണിംഗ്, ദിസ് ഇസ് ഡേ 7. വി ആർ ഇൻ ഡൽഹി. നമ്മളൊരു 6 മണിയാകുമ്പോൾ ഡൽഹിയിലെത്തി. നമ്മൾ റൂമിലെത്തി ഫ്രഷായി. ഇനി പോയിട്ടൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നമ്മളിന്ന് ലോട്ടസ് ടെമ്പിൾ പോവും. Hope you all are doing great. Stay safe, stay healthy. ബാക്കി വീഡിയോയിൽ ഇവിടെ ഒട്ടുക്കത് തിരക്ക്. ഏതൊരു കൽക്കാച്ചി മന്ദിർ, ഏതൊരു ടെമ്പിൾ ഉണ്ട് ഇവിടെ. അവിടെ പോവാൻ വേണ്ടിയിട്ടുള്ള ക്യൂ. അത് അടിച്ചെത്തുന്ന അവിടെ നിന്ന് തുടങ്ങിയത്. അതാ ഇവിടെ എൻഡ് ചെയ്ത് നമ്മളവിടെ എത്തി. ഇവിടെ ലോട്ടസ് ടെമ്പിൾ. നമ്മള് ടിക്കറ്റൊക്കെ എടുത്തിട്ട് പക്ഷേ കാല് പൊള്ളിട്ട് ഒരു രക്ഷയില്ല. ഇവന്മാര് ഷൂ അയച്ചിട്ടൊക്കെ കയറാൻ പോലെന്ന് പറഞ്ഞത്. ഞങ്ങള് ചെരുപ്പൊക്കെ അയച്ചിട്ടാണ് ഇപ്പൊ കേറി. പക്ഷെ കാല് പൊള്ളിട്ട് ഈ ടൈൽസില് നൈസ്. ഓ ലോട്ടസ് അല്ലേ, അപ്പൊ അതുകൊണ്ടായിരിക്കും അതിന്റെ ചുറ്റും വെള്ളല്ലേ. സോ അങ്ങനെ ദിസ് ഈസ് ലോട്ടസ് ടെമ്പിൾ. അവിടെ ലോട്ടസ് ടെമ്പിളിന്റെ ഉള്ളിൽ പോയാൽ പ്രയർ സെക്ഷൻസ് ഒക്കെ ഉണ്ട്. 10 മണിക്ക് 12 മണിക്ക്. അതിങ്ങനെ 10 മിനിറ്റ് 20 മിനിറ്റ് അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഓരോ ഗ്രന്ഥങ്ങൾ, ഓരോ ഹോളി സ്ക്രിപ്റ്റ്സ് എന്നൊക്കെ അവർ വന്നിട്ട് ഓരോരുത്തർ കുട്ടികളാണ് എല്ലാവരും. വോളണ്ടിയേഴ്സ് മൊത്തം 18 അതിൻ്റെ ഉള്ളിലെ 18 ഇയേഴ്സിൻ്റെ ഉള്ളിലെ ചെറിയ ചെറിയ പിള്ളേരാണ് അവരൊക്കെ നിൽക്കണേ. ടീനേജേഴ്സാണ് മൊത്തം അവിടെ വോളണ്ടിയറിങ് ചെയ്യണേ. ലോട്ടസ് ടെമ്പിളിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തന്നെയാണ്. അതായത് ഇത് ഉണ്ടാക്കിയത് തന്നെ ഒരു റിലീജിയൻ്റെ ഒന്നിൻ്റെയും പേരിലൊന്നല്ല. മീൻസ് ഏതൊരു റിലീജിയനും വന്നിട്ട് ഇവിടെ പ്രേ ചെയ്യാം എന്നുള്ളൊരു പേർപ്പസിലാണ് ലോട്ടസ് ടെമ്പിൾ ഉണ്ടാക്കിയത്. സോ ഹൂവർ ഇറ്റ് ഈസ്, വാട്ട് എവർ ഇറ്റ് ഈസ്, ഉള്ളിൽ പോയിട്ട് നിങ്ങൾക്ക് പ്രേ ചെയ്യണമെങ്കിൽ ഇരിക്കാം, പ്രേ ചെയ്യാം, ലൈക്ക് ദാറ്റ്. റൊട്ടി മാതിരി ഉണ്ടാവും, ബട്ട് കുറച്ചുകൂടി നല്ല സോഫ്റ്റ് ആയിട്ട്. ലോട്ടസ് ടെമ്പിളിൻ്റെ മോൾ തന്നെയാണിത്. സോ അവിടെ നിന്ന് നിങ്ങൾക്ക് ഇതും കാണാൻ നല്ലൊരു രസമാണ്. പിന്നെ കുറേ കളക്ഷൻസ്, വെറൈറ്റി ആയിട്ടുള്ള കുറേ കളക്ഷൻസ് ഉണ്ട് ഇവിടെ. അതാണ് മെയിൻ സംഭവം. ഓരോ മെറ്റീരിയൽസും എന്താ പറയുക, ഡ്രസ്സസ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഈ സാരി ഈ കളറിൽ ഉണ്ട് എനിക്കറിയാം.
ഇതൊക്കെ കാർപ്പറ്റ്സ് ആണ്, ബട്ട് ഇങ്ങനെയൊക്കെ വോൾ കാർപ്പറ്റ്സ് എന്നാ പറയുക. ഇങ്ങനെ ഭംഗിക്ക് ഇങ്ങനെ പിക്ചർ പോലെ തൂക്കാൻ. ये सब आपने बनाया है? ഒക്കെ ഈ ചേട്ടനാട്ടോ ഉണ്ടാക്കിക്കണേ. ഈ പെയിന്റിങ്സ് മൊത്തം ഈ ചേട്ടന ഉണ്ടാക്കിക്കണേ. ഷോപ്പിംഗ് കോംപ്ലക്സ് കണ്ടു, കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ കുത്തബ് മിനാർ പോവാ. ഓക്കെ, ബാക്കി വീഡിയോ വരും. നല്ല ക്യൂ ആ. ഇവിടെ ഇന്ത്യൻ ടൂറിസ്റ്റ് എന്ന് പറഞ്ഞത് 1, 2, 3, 4 കൗണ്ടർ ഉണ്ട്. ആകെ 2 കൗണ്ടറിൽ ഇവന്മാര് ടിക്കറ്റ് കൊടുക്കണല്ലോ. ഇത്രയും ആൾക്കാർ ഇവന്മാർക്ക് വെയിലത്ത് നിർത്തിട്ട് എല്ലാ ആവശ്യം ഉണ്ടാവും. 2 കൗണ്ടർ ആകെ തുറന്നിട്ടുള്ളൂ. ബാക്കിയുള്ള കൗണ്ടർ കൂടി നിർത്തിട്ട് കൊടുത്താൽ എന്താ പ്രശ്നം? കാര്യം പറയാനുള്ളത്, നമ്മുടെ ഗവൺമെന്റ് റൂളായിരുന്നു ഈ ATM കാർഡ് അതുപോലെ ഡിജിറ്റൽ ആയിട്ടുള്ള മണി യൂസ് ചെയ്യുന്നത്. സോ അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 35 രൂപ നമുക്ക് ടിക്കറ്റ് കൊടുക്കണ്ടോ. അങ്ങനത്തെ സംഭവം സിസ്റ്റം ഇവിടെ ഉണ്ട് എല്ലായിടത്തും. ATM കാർഡ് ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്താൽ അങ്ങനെ നമ്മൾ ഓൺലൈനായിട്ട് പേ ചെയ്ത 35 രൂപ. പക്ഷെ ക്യാഷ് മാത്രം കൊടുക്കുമ്പോൾ 40 രൂപ. ATM കാർഡും അതും അവര് ഇപ്പൊ ചെയ്യണില്ല, ക്യാഷ് മാത്രമാണ്. അവിടെ നിന്നിട്ട് ക്യാഷ് ഓൺലി ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അങ്ങനെ നിയമം ഉണ്ട്. നമുക്ക് 35 രൂപ കൊടുത്താൽ മതി. ഡിജിറ്റലായിട്ട് അങ്ങനെ കൊടുക്കുമ്പോൾ ATM വഴി കൊടുക്കുമ്പോൾ 35 രൂപ കൊടുത്താൽ മതി. പക്ഷെ ക്യാഷ് ഓൺലി മാത്രം കൊടുത്തിട്ട് ഈ ആൾക്കാരുടെ നിന്ന് മൊത്തം 5 രൂപ കൂടുതൽ വാങ്ങിച്ചിട്ട് എന്തിനാണ് ഇവന്മാർ ഇങ്ങനെ പറ്റിക്കണേ? ഇവിടെ വേറെ കുറെ വ്ളോഗേഴ്സ് വന്നിട്ടോ. പക്ഷെ ഇവര് വലിയ വ്ളോഗേഴ്സാ. ഞാൻ കാണിച്ചു തരാം. വയറും ക്യാമറയൊക്കെ ആയിട്ട് അവൻ തന്നെ ഒരു ക്യാമറമാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. ഫൈനലി കുത്തബ് മിനാറിലേക്ക് പോകാനുള്ള ടിക്കറ്റ് കിട്ടി. ടിക്കറ്റ് അല്ല, ടോക്കൺ പോലെ ഉണ്ട്. നമ്മൾ മെട്രോയിലൊക്കെ പോകുമ്പോഴുള്ള ടോക്കൺ പോലെ. യെസ്, ദിസ് ഈസ് ദ എൻട്രി. കുത്തബ് മിനാർ. വാവ്, ഒരു പ്ലെയിനിലേക്ക് സൈഡിലൂടെ പോകുന്നത്. അമ്മ അതിൽ കയറിയിരിക്കെ, ഞാൻ ഇവിടെ ഇരിക്കാം. ഇവിടെ ചെറിയൊരു കല്ലൊക്കെ ഉണ്ട്. നോക്ക്, ഇങ്ങനെ ബാക്കിലേക്ക് ഇറങ്ങിയാൽ മതി. ശരിക്കും ഇവിടെ ഒരു ഡിസൈൻ, സെക്കൻഡിൽ വേറെ ഡിസൈൻ കണ്ടോ, റൗണ്ട് ആയിട്ടുള്ളൊരു ഡിസൈൻ. മൂന്നാമത്തേൽ ഇവിടുത്തെ അതേ ഡിസൈൻ തന്നെയാണ് അവിടെ കണ്ടോ. ഓ, സൂര്യൻ കറക്റ്റ് തലേന്റെ മുള്ള. എങ്ങനെ ഇതാണോ ബോസ്? എന്തേലും പോസ്റ്റ് ആ കാണിക്കേ. ഇതൊക്കെ എന്ത്? ഇതാ ബോസ്. വേറെ ബോസ്. ഇതെന്താ ബോസ്? ചിരിക്കി. അതെന്താ മോളിൽ ഇപ്പൊ എന്താ ഉണ്ടായേ? എന്തിനാ ആളുകൾ പടക്കം പൊട്ടിച്ചേ? വേറെ ചിരിക്കണ ബോസ്, ചിരിച്ചിട്ടുള്ളൊരു ബോസ്. ഇങ്ങോട്ട് നോക്കി ക്യാമറയിലേക്ക്. ഫോട്ടോ എടുത്തിട്ടില്ല, അതൊക്കെ വീഡിയോ ആയിരുന്നു. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. കുടിച്ചോ? വന്നിട്ട് അച്ഛനൊരു അണ്ണനെ വെള്ളം കുടിപ്പിച്ചു നടത്തേ. അത് കാണിപ്പിക്കാൻ വേണ്ടി വന്നതാ. അതേ കുടിക്കണു. അതാ Dad is so happy and we are also so happy to see that. അതാ വെള്ളം കുടിച്ചിട്ട് അവിടെ കിടക്കത്.
നൈസ് പ്ലേസ്. പക്ഷെ നമ്മൾ ഈ ഉച്ചയ്ക്ക് വന്നുകൊണ്ടാണ് ചെറിയ പ്രശ്നമായി. ആകെ വെയിൽ, എൻ്റെ അമ്മേ തലേൻ്റെ മുകളിലായിരുന്നു വെയിൽ. മുകളിലേക്ക് നോക്കാൻ കൂടി പറ്റുന്നില്ല. കുത്തമ്മിനാറിൻ്റെ ടോപ്പിലേക്ക് വീഡിയോ എടുക്കാൻ നോക്കുമ്പോൾ കണ്ണടിച്ച് പോയി. വെയിൽ മാത്രം പ്രശ്നം. പക്ഷെ വന്ന സമയം ഇതായതാണ്. കാരണം രാവിലെ ഞങ്ങൾ ലോട്ടസ് ടെമ്പിൾ കാണാൻ പോയി. ലോട്ടസ് ടെമ്പിൾ കണ്ട് പിന്നെ ഷോപ്പിംഗ് കോംപ്ലക്സ് കയറി. അത് കഴിഞ്ഞ് അവിടെ നിന്ന് കഴിച്ചിട്ടൊക്കെ ഞങ്ങൾ ഇറങ്ങി. ഇന്ന് രാത്രിയാണ് ട്രെയിൻ. നമ്മൾ വി ആർ കമ്മിങ് ബാക്ക് ടു ഹോം, ബാക്ക് ടു കേരള. നമ്മുടെ അങ്ങനെ നോർത്ത് സൈഡ് ടൂർ അല്ലേ, നോർത്ത് സൈഡ് ട്രിപ്പ് അങ്ങനെ കഴിഞ്ഞു. നമ്മൾ 6-7 ദിവസത്തിൽ ഹരിദ്വാർ, ഋഷികേശ്, റായ്വാല, ഡൽഹി, ഓൾഡ് ഡൽഹി, ന്യൂ ഡൽഹി എല്ലായിടത്തും പോയി. അങ്ങനെ ജമ്മു ഇവിടേക്കാണ് നമ്മൾ പോയത്. അപ്പോൾ നമ്മുടെ ബാഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ, ബാക്ക് പാക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ബാക്ക് പാക്ക് ഉള്ളിൽ അലൗഡ് അല്ല, നമ്മളോട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വാങ്ങിച്ചിട്ട് നമുക്ക് പോവാം. അത് ഡാൻസ് കളിക്കുന്ന ആള് ഓണടിച്ച് ഡാൻസ് കളിക്കുന്നത്. ഇത്രയും ട്രാഫിക്, മുമ്പിൽ ഇത്രയും വലിയ വണ്ടി ഉണ്ട്. അത് BMW മുമ്പിൽ ഇത്രയും വണ്ടി ഉണ്ട്. അവന്മാര് പോയാലല്ലേ നമുക്ക് പോകാൻ പറ്റൂ. വെറുതെ ഹോണടിച്ച് ഇവന്മാര് അയ്യോ തല പൊളിക്കുക ഹോണടിച്ചിട്ട്. അവൻ ചായ ആട്ടണ വഴിക്ക് ആറ്റിട്ട് തന്നെ. ടേസ്റ്റ് എടുക്കാ എന്നുണ്ട്, ഞാൻ കുടിച്ചോട്ടെ പോരെ. നമ്മളങ്ങനെ റെഡിയായി വന്നു, ഫ്രഷായി. നമ്മളിനി ട്രെയിന് നമുക്ക് 8 മണിക്ക് ട്രെയിൻ, കേരള എക്സ്പ്രസ് ട്രെയിൻ. ഞങ്ങൾ ഇവിടെ നോർത്ത് സൈഡ് വന്നേ പിന്നെ നല്ലൊരു കാപ്പി കുടിക്കാനേ പറ്റിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഇവിടെ ന്യൂഡൽഹിയിൽ വന്നിട്ട് ഈ ഭാഗത്ത് റൂം എടുത്ത് ഈ ഭാഗത്ത് ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു നല്ലൊരു കട. എന്തൊരു ഭാഗ്യം, നമ്മുടെ അണ്ണന്റെ കട, അണ്ണൻ ദുക്കാൻ. ഓ മൈ ഗാഡ്, ഇത് കണ്ടതും എൻ്റെ മോനെ ഞാൻ കേറി നോക്കാം. Yes, dosa. Finally, we got dosa. എത്ര നാളായി ചപ്പാത്തി, റോട്ടി, കുൽച്ച, ചോലെ മുട്ടനെ മാത്രം. ആ ടേസ്റ്റ്, ഈ ടേസ്റ്റ് ഞാൻ മിസ് ചെയ്തു. ഐ മിസ് ദിസ് ടേസ്റ്റ്. ആ സാമ്പാർ, ദോശേന്റെ ടേസ്റ്റ് ഇവന്മാരൊന്നും ഉണ്ടാക്കി അങ്ങനെ ഒന്നും വരികയില്ല ഈ നോർത്ത് സൈഡിലത്തെ ആൾക്കാർ. ഞാൻ ഒരു കടയിൽ ഞങ്ങൾ ഇതുമാതിരി പോയി ട്രൈ ചെയ്തു. ദോശയും സാമ്പാറും എന്നിട്ടുണ്ടാക്കിയാണ്. സാമ്പാറിനെയാണോ അത് അടുത്തത്? A few moments later. We are saying bye bye to Delhi. നമ്മളങ്ങനെ ട്രെയിൻ കയറി. रेट काय बुकिंग खाली नाही आवडत. 2 बसेस टाकून पाठवलं मी 24 तारीख 25 लग्नाच्या वर आहे. സീരിയൽ പാക്ക്. അങ്ങനെ നമ്മൾ തൃശ്ശൂരെത്തി. വി ആർ ഗോയിങ് ബാക്ക് ടു അവർ ഹോം. നമ്മുടെ വീട്ടിലേക്ക് പോവാണ്. നമ്മള് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ട്. നമ്മളെങ്ങനെയാണ് നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തത്? നമ്മൾ എയർപോർട്ടിലേക്കാണല്ലോ ആദ്യം പോയത്. സോ എങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്, ആ ഓർഡർ ചെയ്തത് തന്നെയാണ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോണേ. നമ്മൾ സേവിയറുടെ ഗോയിങ് ബാക്ക് ടു ഹോം.
वो